ഓൾറെഡി ഈ വിഷയത്തിൽ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഉന്നയിച്ചിരുന്നു. അൻവർ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. അതായത് ഒരു വലിയ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളും ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ആകെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ തമ്മിലുള്ള ഒരു തർക്കത്തിനിടയിൽ, സ്വത്ത് പങ്കുവയ്ക്കലിലുള്ള ഒരു തർക്കത്തിനിടയിൽ പുറത്ത് ചാടിയ ഒരാൾ മാത്രമാണ് അൻവർ എന്ന് ഞാൻ പറയുകയുണ്ടായി. ദേശീയ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ളതും പറയുകയുണ്ടായി. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിനെ തുടർന്ന് കേരളത്തിൽ വരികയുണ്ടായി. അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് മാധ്യമങ്ങളോടാണ് സഹതാപം എന്ന് പറയുന്നത്. കാരണം ഈ 3 മണിക്കൂർ 2.5 മണിക്കൂർ സമയം അൻവറിനെ പോലെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയിട്ടുള്ള ഒരു മാഫിയയുടെ പ്രസംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കാൻ വേണ്ടി 20 കൊല്ലവും 25 കൊല്ലവും 40 കൊല്ലവും ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അൻവറിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തത് കാണേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള ദുഃഖം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ചുള്ളൂ. അതിനകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത് ചേച്ചി, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വർണ്ണക്കടത്തും ഹവാലയും ഒക്കെയാണ് അത്തരക്കാരാണ് അൻവറിന് പിന്നിൽ. അതിൽ കൈവച്ചപ്പോഴുള്ള പ്രശ്നമാണ് അൻവറിന് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും BJPയെ പോലെ സെൻട്രൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ പ്രഖ്യാപിക്കുന്നില്ല? കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകമല്ല പ്രഖ്യാപിക്കേണ്ടത്. കേന്ദ്ര ഏജൻസി ഈ അൻവറിനെയും ചോദ്യം ചെയ്യണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. കൃത്യമായി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുടെ ശ്രദ്ധയിൽ ഭാരതീയ ജനതാ പാർട്ടി അത് പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും രക്ഷപ്പെടാൻ പോകുന്നില്ല, അൻവറും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പണിയെടുത്തതിൻ്റെ കൂലി തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി തരും. ഞങ്ങൾ അല്ലല്ല, ആ ചോദ്യത്തിനേ പ്രസക്തിയില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ആദർശാധിഷ്ഠിത പാർട്ടിയാണ്. ഈ പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ വിയർപ്പിന് വില കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിയിലെ കൂലിപ്പണിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാം അൻവർ സംസാരിച്ചത്. അങ്ങനെയായിരുന്നുവെങ്കിൽ 8 വർഷക്കാലത്തോളം ഈ കേരളത്തെ ഇത്ര കണ്ട് മലീമസമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെയ്തികളെ എന്തുകൊണ്ടാണ് അൻവർ മൂടിവെച്ചത്? ഇതാണ് സംസ്ഥാന അധ്യക്ഷനും ചോദിക്കുന്ന ചോദ്യം, പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ചോദിക്കുന്ന ചോദ്യം. അതിൽ രണ്ട് ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, അത് അൻവറിൻ്റെ ലക്ഷ്യം എന്താണ്? അൻവറിൻ്റെ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അതിശക്തമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു. ഞങ്ങൾ പാർലമെന്റിൽ വലിയ രീതിയിൽ മുന്നേറി. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ മാറും. അതിനെ എങ്ങനെയെങ്കിലും പണിവെക്കാൻ സാധിക്കുമോ എന്നാണ് അൻവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് കണ്ണൂരിൽ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും ആ പാർട്ടിയല്ല, പാർട്ടിയിൽ എത്രയോ നല്ല പ്രവർത്തകരും നല്ല നേതാക്കന്മാരുമുണ്ട്. പക്ഷേ തെറ്റ് ചെയ്തവർ, അവർക്ക് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കേന്ദ്ര ഏജൻസികൾക്ക് 3 ആഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അന്വേഷണം, അത് പ്രോസസ്സിങ്ങിലാണ്.